തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഈ കറി പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ രീതിയിൽ ചെറുപയർ കറി തയ്യാറാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ആദ്യം തന്നെ ചെറുപയർ വേവിച്ചെടുക്കണം. 1/4 കപ്പ് ചെറുപയർ 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ചെറുപയർ 3-4 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്താൽ വേഗത്തിൽ വെന്ത് കിട്ടും. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. കുതിർത്ത പയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചെറുപയർ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. നല്ല ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും കറിക്ക്. അതുകൊണ്ട് നല്ല ജീരകം ആരും ഒഴിവാക്കരുത് കേട്ടോ. ഇനി ഒരു വറ്റൽമുളക് ആഡ് ചെയ്യാം. മുളക് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 5 വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുപയർ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഈ സവാളയും വെളുത്തുള്ളിയും ഒക്കെ പച്ചമണം മാറി നന്നായി വഴണ്ട് വരണം. സവാള നന്നായി വഴണ്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ആഡ് ചെയ്ത് പൊടികൾ കരിയാതെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടികൾ മൂത്ത് വന്നാൽ നന്നായി പഴുത്ത മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരണം. അതിനുവേണ്ടി കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചെറുപയർ. ഞാനിവിടെ 1 വിസിൽ വന്ന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പ്രഷർ തുറന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകും. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇളക്കി എല്ലാം നന്നായി മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് തിളപ്പിക്കണം. അപ്പോൾ അതിലേക്ക് എരിവൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ചെറുപയർ. ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ചെറുപയർ കഴിക്കാത്തവർ വരെ കഴിക്കും. അത്ര ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്